യാത്ര ചെയ്യുവാൻ കാലിന് പകരം മൃഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ, അവർക്കറിയാം രാവണൻ വില്ലനാണ് അല്ലേ, പക്ഷെ രാവണൻ നല്ല ശിവഭക്തനാണ്. രാജാവ് ശ്രീപത്മനാഭനാണ്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷഞ്ഞ് പറഞ്ഞപ്പോ ആ കൊമ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നത് കണ്ടു. ഞങ്ങൾ പുലരുന്നവരെ ആ കൊമ്പന്റെ കാൽച്ചുവട്ടിൽ കിടന്നുറങ്ങി എന്ന ആ നെടുമുടി വേണു ഇപ്പോ ഇല്ല, രണ്ടാമത്തേൽ അഭിനയിക്കാൻ അദ്ദേഹം ഇല്ല. പക്ഷേ പുരാണത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 3-4 ദിവസത്തെ പാരായണം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഇന്നത്തെ ദിവസം രാമായണ പാരായണത്തിൻ്റെ അവസാന ദിവസം. ഇന്ന് ചിങ്ങസംക്രമമാണ്. മറ്റൊരു പാരായണം ഇവിടെ അവസാനിക്കുകയാണ്. പാരായണം എന്ന് പറയുന്നത് എന്താണ്? അയനം എന്ന് പറയുന്നത് യാത്രയാണ്. യാത്രകൾ 2 വിധമുണ്ട്. ആന്തരികവും ബാഹ്യവുമായ യാത്രകളുണ്ട്. ബാഹ്യമായ യാത്രകൾക്ക് പരിമിതികളുണ്ട്. ബാഹ്യമായ യാത്ര പണ്ട് യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് കാലുകൊണ്ട് നടക്കുക മാത്രമായിരുന്നു പോംവഴി. ആ നടത്തത്തിന് പകരം മൃഗങ്ങളെ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് കുതിരയും കാളയും പോത്തും വാഹനങ്ങളാക്കി യാത്ര ചെയ്യാൻ ആരംഭിച്ച കാലം. നന്ദികേശ്വരൻ ശിവന്റെ വാഹനമാണെങ്കിൽ പോത്ത് യമധർമ്മന്റെ വാഹനമാണ്. തുരകവാഹനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തുരകവാഹനം അയ്യപ്പന്റെ വാഹനം, ധർമ്മശാസ്താവിന്റെ വാഹനമാണ് തുരകം. നമ്മൾ മനസ്സിൽ കണ്ടുപോയത് ഹരിവരാസനം എന്ന ഇതിൽ കേട്ടിട്ടില്ലേ? ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ എന്ന ആ കീർത്തനത്തിൽ തുരകവാഹനം കേൾക്കാം. ധർമ്മശാസ്താവിന്റെ വാഹനം കുതിരയാണ്. പക്ഷെ നമ്മൾ പുലിവാഹനെ എന്നാണ് പറയുക അല്ലേ? പുലിവാഹനൻ. തുടക്കത്തിൽ തന്നെ ഹരി എന്ന് പറയുന്നത് സിംഹം, കടുവ, പുലി എന്നിവയെ മൊത്തത്തിൽ സംസ്കൃതത്തിൽ പറയുന്നതാണ് ഹരി. അവയ്ക്കെല്ലാം ഹരി എന്ന് പറയാ. മഹാവിഷ്ണുവിന്റെ പര്യായം മാത്രമല്ല, ക്രൂരമൃഗങ്ങൾക്കെല്ലാം ഹരി എന്നാണ് പറയുക. ഹരിവരൻ കടുവശ്രേഷ്ഠൻ, ആസനം ഇരിപ്പിടം. ശ്രേഷ്ഠന്റെ പുറത്ത് കയറി ഇരുന്നവൻ, അതാണ് ഹരിവരാസനം. മനസ്സിലായില്ലേ? പക്ഷെ പുലി അയ്യപ്പന്റെ വാഹനമല്ല. പുലിപ്പുറത്ത് കയറിയിട്ട് വന്നു എന്നേ ഉള്ളൂ. അയ്യപ്പന്റെ വാഹനം തുരകമാണ്. അപ്പോൾ മൃഗങ്ങളെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് മനുഷ്യ സംസ്കാരത്തിൻ്റെ പ്രകൃതിയെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കഥകൾ ആരംഭിക്കുന്നത് അവിടെയാണ്. യാത്ര ചെയ്യുവാൻ കാലിന് പകരം മൃഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കാൻ ആരംഭിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് മനുഷ്യൻ ഉരുള് കണ്ടുപിടിച്ചത്. ഈ ഉരുള് കണ്ടുപിടിച്ച ആ കാലഘട്ടത്തെ വിഷ്ണു പുരാണത്തിൽ സുദർശന ചക്രത്തിന്റെ ഉത്ഭവമാണ്. ചക്രങ്ങൾ ഉണ്ടാവുന്നു. ഈ ചക്രങ്ങൾ വലിയ മരത്തടികളും പാറക്കല്ലുകളും മുന്നോട്ട് എടുത്തുകൊണ്ടുപോകാൻ പ്രയാസപ്പെടുമ്പോഴാണ് മുറിഞ്ഞു കിടക്കുന്ന മരത്തടിയുടെ മേലെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉരുണ്ടു പോകുന്നത് കണ്ടപ്പോഴാണ് ഇതിനെ ഉപയോഗിക്കാമല്ലോ എന്ന മനുഷ്യന്റെ കണ്ടുപിടുത്തം ഉണ്ടാവുകയും അങ്ങനെ ചക്രങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നതോടുകൂടി മനുഷ്യ സംസ്കാരം ആകെ മാറി. ഇന്ന് കാണുന്ന സകലമാന യന്ത്രങ്ങളും ചക്രങ്ങൾ അധിഷ്ഠിതമാണ്. നമ്മുടെ വാഹനങ്ങളെല്ലാം ചക്രങ്ങളിലൂടെ ഓടുകയാണ്. നമ്മുടെ മോട്ടോറുകളെല്ലാം ചക്രങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വിമാനം ആകാശത്തുകൂടെ പറക്കുന്നുണ്ടെങ്കിലും അതിന് റൺവേയിലേക്ക് ചക്രങ്ങൾ കൂടിയേ തീരൂ. ചക്രങ്ങളുടെ കാലഘട്ടമാവി. ആദ്യം ചക്രങ്ങൾ കൊണ്ട് കുതിരയെ, കാളയെ കെട്ടിവലിക്കുന്ന ചക്രങ്ങളുണ്ടായി. അങ്ങനെയാണ് കാളവണ്ടികൾ ഉണ്ടായത്. പിന്നെ കുതിര കെട്ടി വലിക്കുമ്പോൾ അത് രഥങ്ങളായി മാറി. കാളവണ്ടികളും രഥങ്ങളും ഉണ്ടായി. ചില നാട്ടിൽ കാളവണ്ടിക്ക് പകരം പോത്തുവണ്ടി ഉപയോഗിക്കും, പോത്തിനെ കെട്ടി വലിക്കും. അപ്പൊ ചക്രങ്ങളുടെ ഉത്ഭവം ഉണ്ടായി യാത്രക്കായിട്ട്. ആ ചക്രങ്ങൾ പല മോഡലിൽ രഥങ്ങൾ മാറിയിട്ട് 4 ഉരുളുള്ള രഥങ്ങൾ, 2 ഉരുളുള്ള രഥങ്ങൾ,
പിന്നെ മനുഷ്യൻ കെട്ടിവലിക്കുന്ന ഇരുചക്ര റിക്ഷകളൊക്കെ ഉണ്ടായി. പിന്നീടാണ് സ്വയം പ്രവർത്തിക്കുന്ന, വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് സ്വയം പ്രവർത്തിക്കുന്ന വാഹനമുണ്ടായത്. സ്വയം എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഓട്ടോ എന്നാണ്. മനുഷ്യൻ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷകൾക്ക് പകരം സ്വയം ഓടുന്ന റിക്ഷകൾ ഉണ്ടായി. അതാ ഓട്ടോ റിക്ഷ എന്ന വാക്കുണ്ടായത്. മനസ്സിലായോ? നമ്മളിപ്പോ ഓട്ടോ എന്നേ മാത്രമേ പറയാറുള്ളൂ അല്ലേ? സ്വയം ഓടുന്ന റിക്ഷകൾ, അതാണ് ഓട്ടോ റിക്ഷകൾ. മോട്ടോർ വാഹനങ്ങൾ ഉണ്ടായി. എല്ലാ വാഹനങ്ങൾക്കും പറയുന്നത് ഓട്ടോമൊബൈൽസ് എന്നാണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം ഓടുന്ന, മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നില്ലേ, ചലിച്ചു കൊണ്ടിരിക്കുന്ന, മൊബിലിറ്റിയുള്ള. മൊബിലിറ്റി എന്നത് സ്റ്റെബിലിറ്റിയുടെ വിപരീതം അർത്ഥമാണ്. സ്റ്റെബിലിറ്റി സ്ഥിരത, മൊബിലിറ്റി ചലനാത്മകത. അപ്പോ മൊബൈൽ എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച പണ്ടത്തെ ലാൻഡ് ഫോൺ സ്റ്റെബിലിറ്റി ഫോണാണ്, സ്റ്റേബിൾ ഫോണാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നടക്കുന്ന ഫോണാണ് മൊബൈൽ ഫോണാണ്. അപ്പൊ മൊബിലിറ്റി ഉണ്ടായി, അതാ ഓട്ടോമൊബൈൽ ഉണ്ടായത്. സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമൊബൈൽ. അങ്ങനെ വാഹനങ്ങൾ ഉണ്ടായി. വെള്ളത്തിലൂടെ പോകുന്ന തോണികൾ ഉണ്ടാകുന്നു. ഈ വാഹനങ്ങൾ, ചക്രങ്ങളുടെ വാഹനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉണ്ടായി. ആദ്യമുണ്ടായത് കട്ടമരമാണ്. കട്ടമരം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? കട്ടമരം എന്ന് പറഞ്ഞാൽ വേറെ ആളെ പറമ്പെന്ന് മോഷ്ടിച്ച മരം എന്നല്ല. കട്ടമരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മരം ഉണങ്ങിയാൽ വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കിടക്കുന്ന തോണിയുടെ ഷേപ്പിൽ ഉണ്ടാകുന്ന മരമാണ്. ആ മരം നിങ്ങൾക്ക് ഇനി കാണണമെങ്കിൽ യൂട്യൂബ് എടുക്കുക. ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ കണ്ണാലില കണ്ണാ പാലാഴിത്തീരയിലൊഴുകും ആലില കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ് എന്നൊരു പാട്ട് കേൾക്കാം. ആ പാട്ടിൽ കട്ടമരം തുഴഞ്ഞിട്ടാണ് അതിലെ നായിക ഇങ്ങനെ പോകുന്നത്. കന്യാകുമാരി ദേവി കട്ടമരം തുഴഞ്ഞിട്ട് പോകുന്നതാണ്. കട്ടമരത്തിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ ബോധപൂർവം അടിച്ചുണ്ടാക്കുന്ന തോണികളുണ്ടായി. ആ തോണിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി വലിയ പായ്ക്കപ്പലുകൾ ഉണ്ടായി. കാറ്റിന്റെ ഗതിയെ തടുത്തു നിർത്തിയിട്ട് മോട്ടോർ കൊണ്ട് പ്രവർത്തിക്കാതെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പോകുന്ന കപ്പലുകൾ ഉണ്ടായി. ആ കപ്പലിലാണ് മെഗല്ലനും വാസ്കോഡഗാമയൊക്കെ ലോകം ചുറ്റി സഞ്ചരിച്ചതും ഗാമ കേരളത്തിൽ വന്നതൊക്കെ ഈ പായ്ക്കപ്പലുകളിലാണ്. യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട്, വെള്ളത്തിലൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് കപ്പലുകൾ ഉണ്ടായി. ബോട്ടുകൾ പിന്നീട് യന്ത്രബോട്ടുകളും യന്ത്രത്തോണികളൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് ഉണ്ടായത്. അപ്പോൾ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന വസ്തുക്കളുണ്ടായി. കരയിലൂടെ ഉരുളിലൂടെ പോകുന്ന വാഹനങ്ങളുണ്ടായി. ഈ വാഹനങ്ങളിലൂടെയെല്ലാം പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ മനസ്സിന്റെ യാത്ര ഭൂമിയുടെ പരിധിയും കടന്നിട്ട് ചന്ദ്രനിലേക്ക് പോയി, ചൊവ്വയിലേക്ക് പോയി. അപ്പൊ നമ്മുടെ മനസ്സിൽ യാത്രയ്ക്ക് വിശാലത കൂടി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് റോക്കറ്റുകൾ ഉണ്ടായി, വിമാനങ്ങളുണ്ടായി, റോക്കറ്റുകളുണ്ടായി. ഈ വിമാനങ്ങളെന്ന ആശയം പുരാണങ്ങളിലുണ്ട് അല്ലേ? ശിവന്റെ ഏറ്റവും നല്ല ഭക്തൻ ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങൾ അറിവിൽ ശിവഭക്തൻ രാവണനാണ്. രാവണൻ ശിവഭക്തനാണ്. നിങ്ങൾ രാമായണം വായിക്കുന്നവർക്കറിയാം, രാവണൻ വില്ലനാണ് അല്ലേ? പക്ഷെ രാവണൻ നല്ല ശിവഭക്തനാണ്. ശിവസ്തോത്രം കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ ശിവസ്തോത്രം നിങ്ങൾ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ആദ്യത്തെ ശിവസ്തോത്രം ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? ബാഹുബലി സിനിമയിൽ ബാഹുബലിയുടെ അമ്മ മകന് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിയിട്ട് ശിവലിംഗത്തിന്റെ മേലെ 1000 പാത്രം വെള്ളം കൊണ്ട് അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിങ്ങനെ നടന്നു പോകുമ്പോ ബാഹുബലി ചെയ്യുന്നത് ശിവലിംഗം അപ്പാട് തന്നെ പൊരിച്ചു കൊണ്ടുപോയിട്ട് വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു ഗംഭീര രംഗമുണ്ട്, കണ്ടിട്ടില്ലേ? ആ ശിവലിംഗം എടുത്തിട്ട് ബാഹുബലി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്, ഒരു കീർത്തനമുണ്ട്. അതാണ് രാവണകൃത ശിവസ്തോത്രം എന്നറിയപ്പെടുന്നത്. ജടാകടാ സംഭ്രമഭ്രമം നിലിംബ നിർജരി വിലോലവീജി വല്ലരി വിശാലമാനമൂർധനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകം രാവണകൃത ശിവസ്തോത്രമാണ്. എപ്പോഴാണ് രാവണൻ ഇത് എഴുതിയത് അറിയുമോ? പാടിയത് എപ്പോഴാന്ന് അറിയുമോ? രാവണൻ ഉലകം ചുറ്റി നടക്കുന്ന കൂട്ടത്തിലാണ് കൈലാസത്തെ കണ്ടത്.
കൈലാസ പർവ്വതത്തെ എടുത്ത് ഒന്ന് കുലുക്കണമെന്ന് രാവണന് തോന്നി. അങ്ങനെ രാവണൻ കൈലാസ പർവ്വതത്തെ എടുത്ത് കുലുക്കുമ്പോ ശിവപാർവതിമാര് ശണ്ഠയിലായിരുന്നു. നമ്മൾ രണ്ടാളും മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ദേഷ്യം വന്നിട്ട് രണ്ടാളും അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. ദാമ്പത്യബന്ധത്തിന്റെ എല്ലാവിധത്തിലുള്ള സൗന്ദര്യവും എല്ലാവിധത്തിലുള്ള ആദർശവും എല്ലാവിധത്തിലുള്ള അതിന്റെ പ്രതിസന്ധികളും തിന്മയും നന്മയുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പുരാണ കഥയാണ് ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥകൾ. എത്രയെത്ര മനോഹരമായ കഥകളുണ്ട്. ആ കഥകളെ ആസ്പദമാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയ ഒരു വള്ളത്തോൾ നാരായണ മേനോന്റെ അതിസുന്ദരമായിരിക്കുന്നൊരു ഖണ്ഡകാവ്യമുണ്ട്. എല്ലാ ദമ്പതിമാരും ഈ കാവ്യം വീട്ടിലിരുന്നിട്ട് ഒന്നിച്ചിരുന്ന് വായിക്കണം. എന്തിനാ വായിക്കുന്നറിയാം? അത് വായിച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശണ്ട തീർക്കാൻ ഏറ്റവും നല്ല ക്രൈസിസ് മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള മോട്ടിവേഷൻ കാവ്യമാണത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചണ്ട കൂടിയാൽ എങ്ങനെയാണത് പരിഹരിക്കുക എന്നതിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ആണത്. ആ കാവ്യത്തിന്റെ പേര് ശിഷ്യനും മകനും എന്നാണ്. വള്ളത്തോള് എഴുതിയ ശിഷ്യനും മകനും എന്ന കാവ്യം വായിച്ചെത്ര ആളുണ്ട്? ശിവഭക്തന്മാരൊന്ന് കൈപൊക്കിയാട്ടെ. ശിഷ്യനും മകനും വായിച്ചവർ ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. ഒറ്റൊരാളാ കൈപൊക്കിയത്. ശിഷ്യനും മകനും വായിച്ച ഒരാളെ കൈപൊക്കിയിട്ടുള്ളൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പാരായണം നടത്തുമ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഇത് കഴിയുമ്പോൾ 11 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ദൈവത്തിന് ഇത് മുഴുവൻ കേട്ടത് കൊണ്ട് ശിവൻ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പാർസലായിട്ട് ഇങ്ങനെ കൊറിയറിൽ വീട്ടിൽ എത്തിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ ഇതൊക്കെ കേൾക്കുന്നത്? നിങ്ങളാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. ആ മാറ്റം പാരായണത്തിന്റെ ആ പാരംഗതയിലേക്ക് നിങ്ങൾ പോകാൻ കഴിയണം. പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പാരായണം നടത്തുന്നതൊന്നും തന്നെ ശിവന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയായിട്ടാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകം പാരായണം അനന്തതയിലേക്ക് യാത്ര ചെയ്യുവാനാണ്. അനന്തതയിലേക്ക് യാത്ര ചെയ്യാനാണ്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞു വന്നത് ഈ യാത്ര, ആ യാത്ര നമ്മുടെ മനുഷ്യന്റെ മനസ്സ് വികസിച്ച രാവണൻ പുഷ്പക വിമാനം അല്ലെ ആശയമാണ് ഉണ്ടായത്. വിമാനം അന്ന് ഭരദ്വാജ മുനി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതൊന്നും വലിയ അർത്ഥമില്ല. കാരണം ഭരദ്വാജ മുനി വിമാനം ഉണ്ടാക്കുമ്പോൾ അതിനെങ്ങനെയാണ് അതിന്റെ പ്രൊപ്പല്ലർ എന്തായിരുന്നു ഒന്നൊന്നും അറിയില്ലല്ലോ. അതൊന്നുമല്ല. വിമാനം പുതിയ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചതാണ്. പക്ഷേ വിമാനമെന്ന ആശയം ഉണ്ടായത് പണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഗോളാന്തര യാത്ര നടത്താൻ എന്തുണ്ടായത്? റോക്കറ്റുകൾ ഉണ്ടായി അല്ലെ, ഉപഗ്രഹങ്ങൾ ഉണ്ടായി. അപ്പൊ ബാഹ്യമായ യാത്രയുടെ കഥകളെല്ലാം പറഞ്ഞു. ആ റോക്കറ്റിലാണ് ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും പോയിട്ടിറങ്ങി അല്ലെ. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും പോയിട്ടിറങ്ങി, ചന്ദ്രനിൽ പോയി ഇറങ്ങി. ഇപ്പൊ ചൊവ്വയിലേക്ക് പോകാനുള്ള പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുനിത വില്യംസ് എന്ന് പറയുന്ന ലോകപ്രശസ്ത ബഹിരാകാശ യാത്രിക ബഹിരാകാശത്ത് പോയിട്ട് അവിടെ സാങ്കേതികമായിട്ട് ഇപ്പൊ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങന്ന് റെഡ് സിഗ്നല് കത്തി നിൽക്കുകയാണ്. അവിടെ പച്ച സിഗ്നൽ ഇതുവരെ കത്തിയിട്ടില്ല. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പറ്റട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഗോളാന്തര യാത്രകൾ ആരംഭിച്ചു. ഈ യാത്രകളെല്ലാം മനുഷ്യന്റെ ശരീരം കൊണ്ട് നടത്തുന്നതിന്റെ കാരണം അവന്റെ മനസ്സ് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സ് യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു മനുഷ്യരെല്ലാം തന്നെ കൂപമണ്ഡൂകങ്ങളാവും. എന്താ ഈ കൂപമണ്ഡൂകം? കിണറ്റിലെ തവളയ്ക്ക് പ്രപഞ്ചം എന്ന് പറയുന്നത് കിണറാണ്. ആ കിണറിന് പുറത്ത് ഒരു വലിയ ഭൂമിയുണ്ടെന്നും ആ ഭൂമിക്ക് മേലെ ഒരു വലിയ ആകാശമുണ്ടെന്നും ആകാശത്തിനപ്പുറത്ത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടെന്നും ഒന്നും കിണറ്റിലെ തവളക്കറിയില്ല. കിണറ്റിലെ തവള ആ കിണറാകുന്ന പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിശാല മനസ്കരല്ലാതെ സങ്കുചിതമായി ചിന്തിക്കുന്നവരെ പറയുന്നതാണ് കൂപമണ്ഡൂകങ്ങൾ. നമ്മുടെ ഈ കൊളക്കടയാണ് നമ്മുടെ കുളം, അതിൻ്റെ അപ്പുറത്ത് ലോകം ഇല്ല എന്ന് വിചാരിച്ചിട്ട് കൊളക്കടക്കാര് കുളത്തിലെ തവളയാകരുത്. വിശാലമായി ചിന്തിക്കണം. അതിനെന്ത് വേണം? വിശാലമായി ചിന്തിക്കുവണമെങ്കിൽ നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിന്റെ അറ്റത്തോളം വളരണമെങ്കിൽ അയനം നടത്തണം. മനസ്സുകൊണ്ട് അയനം നടത്തണം. എവിടെയാണ് നമ്മുടെ അയനത്തിന്റെ ഫോക്കസ്? നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? അനന്തതയാണ്. ഏതെങ്കിലും ഒരു നിശ്ചിത പോയിന്റിലേക്ക് ഓടുന്നവരാണ് PT ഉഷ അല്ലെ.
അതിന്റെ അപ്പുറം പിന്നെ ഓടില്ല. പക്ഷെ നമ്മുടെ യാത്രകൾ ഒരു നിശ്ചിത പോയിന്റിൽ അവസാനിപ്പിക്കുന്നതല്ല. അനന്തമായി ചിന്തകളുടെ ഫോക്കസ് അനന്തമായി നീട്ടി സത്യത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ആ സത്യത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള അനന്തമായ യാത്ര, അതാണ് പാരം. പാരം എന്ന് പറഞ്ഞാൽ എന്താ? അനന്തതയാണ്. പാരാവാരം കേട്ടില്ലേ? പാരാവാരം, സമുദ്രം പാരാവാരമാണ്, അറ്റമേതെന്നറിയാത്ത, ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തിയേതെന്നറിയാത്ത കൊടും തപസ്യ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടില്ലേ? ആ അറ്റമില്ലാത്ത യാത്ര, മനസ്സിന്റെ ചിന്തയുടെ, ഭാവനകളുടെ, സ്വപ്നങ്ങളുടെ, സൗന്ദര്യബോധത്തിന്റെ അറ്റമില്ലാത്ത യാത്ര, ആ യാത്രയാണ് പാരായണം. പിടികിട്ടിയോ? അതാണ് പാരായണം. മനസ്സിലാക്കണം. അനന്തതയിലേക്ക് യാത്ര ചെയ്യാൻ, നമ്മുടെ ബുദ്ധിയെ വളർത്താൻ, ആ മനുഷ്യന്റെ മനസ്സിലെ ഈ തലച്ചോറ് എന്ന് പറയുന്ന ഈ ഇതില്ലേ, ഇത്രയും ചെറുതായിരിക്കുന്ന ഒരു വസ്തുവിന്റെ അകത്താണ് വലുതായ ലോകം. വലുതായ ലോകം. നിങ്ങൾ തിരുവനന്തപുരത്ത് പോകാത്തവരാരും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ തിരുവനന്തപുരത്ത് പോകാനായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ നേരെ ബസ്സിൽ, KSRTC ബസ്സിൽ കയറിയിട്ട് നേരെ കൊട്ടാരക്കരക്ക് വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് പകരം ട്രെയിനിൽ പോകുന്നതാണെങ്കിൽ നിങ്ങൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഏതാ? കൊട്ടാരക്കരയാണോ, കൊല്ലമാണോ? അല്ല, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഇല്ല. കൊല്ലമാണോ, കായംകുളമാണോ, ചെങ്ങന്നൂരാണോ? കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ആ, കൊല്ലം. ആ, കൊല്ലം പുനലൂർ ട്രെയിൻ അല്ലേ? അപ്പൊ നിങ്ങൾ കൊട്ടാരക്കര പോയിട്ട് ട്രെയിനിൽ കയറിയിട്ട് അടുത്ത സ്റ്റേഷൻ ഏതാണ്? അടുത്ത സ്റ്റേഷൻ കൊല്ലമാണോ? കൊട്ടാരക്കര കഴിഞ്ഞാൽ കൊല്ലമാണ്. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അടുത്ത സ്റ്റേഷൻ വർക്കലയാണോ? വർക്കല. വർക്കല കഴിഞ്ഞാലോ കൊച്ചുവേലി, പേട്ട അല്ലേ? കൊച്ചുവേലി കഴിഞ്ഞാൽ പേട്ട. പേട്ട കഴിഞ്ഞിട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കടക്കാതെ നേരെ അപ്പുറത്തേക്ക് കടക്കുക. അപ്പുറത്തേക്ക് കടന്നിട്ട് അവിടെ റോഡിലൂടെ കുറച്ചങ്ങോട്ട് തെക്കോട്ട് നടന്നാൽ അവിടെ ഒരു വലിയ ഗോപുരം കാണാം. ആ ഗോപുരം തിരുവിതാംകൂർ രാജാവിന്റെ ഗോപുരമാണ്. ആരാണ് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ രാജാവ്? അറിയാമോ? തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ മാർത്താണ്ഡവർമ്മയല്ല, അനിഴം തിരുനാളല്ല, അശ്വതി തിരുനാളല്ല, സ്വാതി തിരുനാളല്ല, ചിത്തിര തിരുനാളല്ല. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തോടു കൂടി തിരുവിതാംകൂറിലെ രാജാവ് ശ്രീപത്മനാഭനാണ്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയായിരുന്നു മാർത്താണ്ഡവർമ്മ. ഈ ദുഷ്ടന്മാരെ മുഴുവൻ അടക്കി ഒതുക്കി രാജ്യത്തിന് ക്ഷേമമുണ്ടാകുന്ന ഒരവസരം വന്നാൽ ഞാൻ എന്റെ ചെങ്കോലും കിരീടവും എല്ലാം തന്നെ പത്മനാഭസ്വാമിയുടെ മുന്നിൽ അടിയറ വെച്ചിട്ട് അദ്ദേഹത്തെ ഭരണാധികാരിയായി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദാസനായിട്ട് മാത്രമായിരിക്കും ഞാൻ രാജ്യം ഭരിക്കുക. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ പത്മനാഭദാസ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. തിരുവിതാംകൂർ രാജ്യത്തിന്റെ യഥാർത്ഥ രാജാവ് ശ്രീ പത്മനാഭസ്വാമിയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന് പറയുന്നത് പത്മനാഭന്റെ ചക്രം എന്നാ. ചക്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ കോയിൻ. പത്മനാഭന്റെ ചക്രം ശമ്പളത്തിന് പറയുന്നത് കറൻസി അല്ല, പത്മനാഭന്റെ ചക്രം. പത്മനാഭനാണ്. ഈ എട്ടുവീട്ടിൽ പിള്ളമാരെ കൊന്നതിന് ശേഷം രാജാവ് തന്റെ ചെങ്കോലും കിരീടവും എല്ലാം തന്നെ നേരെ പരിവാര സമേതം പോയിട്ട് ഈ ശ്രീപത്മനാഭന്റെ മുന്നിൽ അടിയറ വെച്ചിട്ട് അവിടത്തെ രാജാസ്ഥാനം ഏൽപ്പിച്ചതിന് ശേഷം ഭരിക്കാനുള്ള അധികാരം ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് തൃപ്പടിദാനം എന്നാണ്. തൃപ്പടിദാനം. നമ്മുടെ കുട്ടികളോട് ഈ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കണം. താൻ നിൽക്കുന്ന ഭൂമി എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് കുട്ടികളെ പറഞ്ഞു കൊടുത്താലേ എവിടേക്കോ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടാവും കേട്ടോ. ഇവിടത്തേക്കാ പോകുന്നതെന്ന് തിരിച്ചറിവുണ്ടാവണമെങ്കിൽ നമ്മുടെ പൂർവ്വകാല ചരിത്രം അറിയണം. അപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ആ ക്ഷേത്രത്തിൽ മനോഹരമായ പത്മതീർത്ഥ കുളമുണ്ട്. പത്മതീർത്ഥമേ ഉണരു മാനസ പത്മതീർത്ഥമേ ഉണരു എന്ന പാട്ട് കേട്ടില്ലേ? ആ പത്മതീർത്ഥവും പത്മനാഭസ്വാമി ക്ഷേത്രവും ഉണ്ട്. അവിടുന്ന് കുറച്ച് ഉയരത്തിൽ നോക്കിയാൽ അങ്ങ് ശംഖുമുഖം കടപ്പുറം കാണാം. ശംഖുമുഖം കടൽക്കര കാണാം. അതിന്റെ മേലെ ഗോപുരത്തിന്റെ മേലെ കയറി നിന്ന് നോക്കിയാൽ
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ മനസ്സുകൊണ്ട് ഈ കുഞ്ഞു തലേൻ്റെ ഉള്ളിൽ ഇപ്പോ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ ശംഖുമുഖം കടപ്പുറം എത്തിയോ? ഈ തലേൻ്റെ ഉള്ളിൽ വലുതായില്ലേ? തിരുവനന്തപുരം വരെ ഈ ഉള്ളിൽ സ്പേസ് ഉണ്ടായില്ലേ? ഇതിനാണ് ആന്തരികമായ അയനം എന്ന് പറയുക. മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഈ തലച്ചോറാണ് ലോകത്ത് ഏറ്റവും വലുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണിത്. ചാറ്റ് GPT കാലമാണിത്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, നിങ്ങൾക്കൊരു കഥ വേണോ? നിങ്ങൾ അതിലടിച്ചിട്ടാ മതി. അതിൽ ഇന്ന കഥാപാത്രങ്ങൾ വേണം, ഒരു കഥ വേണമെന്ന് പറഞ്ഞു, ഒരു പ്രസംഗം വേണോ, ഒരു ചിത്രം വേണോ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ കൊല്ലം കേട്ട ഏറ്റവും മനോഹരമായിരിക്കുന്ന കഥ ഏതാണ്? മനോഹരമായ ജീവസുറ്റ വികാരം കൊള്ളുന്ന കഥ. രാത്രിയിൽ ഓടി രക്ഷപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞ ഒരു സംഭാഷണം അല്ലേ? കുഞ്ഞിനെയും വലിച്ചിട്ട് എൻ്റെ മക്കളെ ഞാൻ ഓടി, കാട്ടിലൂടെ ഓടിയപ്പോഴാണ് ഒരു കൊമ്പന്റെ മുമ്പ് പെട്ടുപോയി. കൊമ്പന്റെ മുമ്പ് പെട്ടുപോയപ്പോൾ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു വല്ലാത്ത ഗതികേടിലാണ്, ഞങ്ങൾ ഓടി വരുന്നത്, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പറഞ്ഞപ്പോ ആ കൊമ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നത് കണ്ടു. ഞങ്ങൾ പുലരുന്നവരെ ആ കൊമ്പന്റെ കാൽച്ചുവട്ടിൽ കിടന്നുറങ്ങി എന്ന കഥ അല്ലേ? ആ സ്ത്രീ പറഞ്ഞത് സത്യമോ മിഥ്യയോ അതെനിക്കറിയില്ല. പക്ഷേ അവര് പറഞ്ഞ ആ കഥയാണ് കേരളത്തിൽ ഇപ്പോ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ കേരളത്തിലെയും തെക്കേ ഇന്ത്യയിലെയും മുഴുവൻ മനുഷ്യരും കേട്ട അതിസുന്ദരമായ വികാരമുള്ള കഥ, നല്ല പരിണാമഗുപ്തിയുള്ള കഥ, നല്ല സൗന്ദര്യബോധമുള്ള കഥ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രതയെ ബോധ്യപ്പെടുത്തുന്ന കഥ. അല്ലെങ്കിൽ തന്നെ ആന എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കുറെ കാളെ കൊന്നുകളഞ്ഞെങ്കിലും ആനയോടുള്ള ഇഷ്ടം മനുഷ്യന്മാർക്ക് ഒരിക്കലും ഒഴിവാവില്ല അല്ലേ? മനുഷ്യർക്ക് കണ്ടാൽ മതിയാത്ത 2 സാധനമേ ഉള്ളൂ, ഒന്ന് ആനയും ഒന്ന് കടലും. കടൽ കണ്ടാലും മതിയാവില്ല, ആനനെ കണ്ടാലും മതിയാവില്ല. അതിന്റെ കാരണം അതിന്റെ ചലനാത്മകതയാണ്. എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും. ആന അനങ്ങാണ്ടൊക്കെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഒന്നിക്ക് ചെവിയോ അല്ലെങ്കിൽ കാലോ എന്തെങ്കിലും തലയോ കുലുങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ ചലനാത്മകത കൊണ്ടാണ് നമുക്ക് അതിനോടുള്ള ഇഷ്ടമുണ്ടാകുന്നത്, പിന്നെ അതിന്റെ വലിപ്പം കൊണ്ടും. ഈ കഥ ചാറ്റ് GPT കൊടുത്തപ്പോൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊടുത്തപ്പോ നല്ല ചിത്രകഥകളാക്കിയിട്ട് എത്ര മനോഹരമായ സിനിമകൾ ഇറങ്ങിയെന്നറിയോ? എത്രയെത്ര ഒന്നും വേണ്ട. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ നടന്മാരും നടിമാരൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കമൽഹാസന്റെ ഒരു വിഖ്യാത സിനിമയായിരുന്നു ഇന്ത്യൻ. അതിന്റെ 2ാം പാർട്ട് ഇറങ്ങി. 2ാം പാർട്ടിൽ ആദ്യ പാർട്ടിൽ അഭിനയിച്ചിരുന്ന പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നെടുമുടി വേണു. ആ നെടുമുടി വേണു ഇപ്പോ ഇല്ല. 2ാമത്തേൽ അഭിനയിക്കാൻ അദ്ദേഹം ഇല്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നെടുമുടി വേണുവിനെ സൃഷ്ടിച്ചു. കമ്പ്യൂട്ടറാണ് അഭിനയിപ്പിച്ചത്. കമ്പ്യൂട്ടറിൽ നെടുമുടി വേണു രൂപമല്ല, അതിന്റെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സിനിമയിൽ നെടുമുടി വേണു ഉണ്ട്. ഇനി കുറെ കാലം കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലൊന്നും വേണ്ട, അവരുടെ പേരങ്ങ് അടിച്ചു കൊടുത്താൽ അവരെ രൂപഭാവങ്ങളിൽ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റും. മനസ്സിലായില്ല? ഇന്ന് ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ച ദിവസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചാറ്റ് GPT കാലമാണിത്. അത്രയും ഭയങ്കരമാണ് മനുഷ്യന്റെ മനസ്സ്. പക്ഷെ ആ മനസ്സും ഉണ്ടാക്കിയത്, ആ ചാറ്റ് GPTയും ആ കമ്പ്യൂട്ടറും കണ്ടുപിടിച്ചത് ഈ തലച്ചോറിൽ നിന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ? തലയോട്ടിയാണ്. കാരണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമേതാ? തലച്ചോറാണ്. അത് പ്രകൃതി നമുക്ക് കാട്ടിത്തരുന്നതാണ്. ഈ തലച്ചോറാണ് ഏറ്റവും പ്രധാനം. ആ തലച്ചോറ് കൊണ്ട് യാത്ര ചെയ്യുകയാണ് പാരായണം. പിടികിട്ടിയോ? പരന്ന വായനയുണ്ട്, പക്ഷെ ആഴത്തിലുള്ള ചിന്തയില്ലെങ്കിൽ കാര്യമുണ്ടോ? രാമായണം പാരായണം ചെയ്യുന്നവരോടും എനിക്കതാണ് പറയാനുള്ളത്. നമ്മൾ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ, കഥകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗത്തും, ഓരോ അക്ഷരത്തിലും, ഓരോ സെന്റൻസിലും, ഓരോ കഥാസന്ദർഭത്തിലും, ഓരോ കാണ്ഡത്തിലും, ഓരോ അധ്യായത്തിലും ആഴത്തിലുള്ള ചില ചിന്തകൾ നമ്മളിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ആ ചിന്തകളിലേക്ക് പ്രചോദിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഞാനൊരു വലിയ പണ്ഡിതനല്ല, ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു കവി രാജാവിന് എഴുതി കൊടുത്തൊരു ശ്ലോകമാണ്. ആ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു:
അഹം ച ത്വം ച രാജേന്ദ്ര ലോകനാഥാവുഭാവപി ബഹുവ്രീഹിരഹം രാജൻ ത്വം ഷഷ്ഠീ തൽപുരുഷൻ. സംസ്കൃതാണ്, ഞാൻ മലയാളം പറയാം. അഹം ച ത്വം ച രാജേന്ദ്ര, ഹേ രാജാവേ. അഹം ച ഞാനും, ത്വം ച നീയും, ഹേ രാജാവേ. ലോകനാഥാവുഭാവപി, നമ്മൾ രണ്ടുപേരും ലോകനാഥന്മാരാണ്. ഞാനും ലോകനാഥനാണ്, നീയും ലോകനാഥനാണ്. പക്ഷെ ഒരു വ്യത്യാസം, ഞാൻ ബഹുവ്രീഹിയാണ്, അങ്ങ് ഷഷ്ഠി തൽപുരുഷനാണ്. സമാസം പഠിച്ചവർക്കറിയാം, വിഗ്രഹിക്കുമ്പോ ബഹുവ്രീഹി സമാസത്തിൽ ലോകനാഥനെ പിരിച്ചാൽ ലോകം നാഥനായിട്ടുള്ളവൻ ആരോ അവനാണ് ബഹുവ്രീഹിയായി തിരിച്ചാൽ. ഞാൻ ലോകനാഥനാണ്, പക്ഷെ എന്റെ നാഥൻ ലോകമാണ്. അങ്ങാവട്ടെ ഷഷ്ഠി തൽപുരുഷനാണ്, ലോകത്തിന്റെ നാഥനാണ്. അങ്ങാണ് ഈ ലോകത്തിന്റെ നാഥൻ, നമ്മൾ രണ്ടുപേരും ലോകനാഥനാണ്. പക്ഷെ വിഗ്രഹിക്കുന്നത് മാറിപ്പോയി എന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന രാമായണത്തെ കുറിച്ച് ഇവിടെ വരുന്ന ഈ നോട്ടീസ് വായിച്ചു നോക്കിയപ്പോ ഇതിൽ രാമായണത്തിന്റെ ആധ്യാത്മികതയുടെ, ആത്മീയതയുടെ, ഭക്തിയുടെ ആഴങ്ങൾ പഠിച്ച ഒരുപാട് അതിന്റെ നാഥന്മാരുണ്ട്. ഞാനാവട്ടെ ഇതിന്റെ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. 3 വർഷമായി രാമായണത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഇരുന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഓരോ തവണ വായിക്കുമ്പോഴും ഓരോന്ന് പുതിയൊന്ന് കടന്നു വരിക. എഴുതി തീരുന്നില്ല. ഇക്കൊല്ലെങ്കിലും കൊടുക്കണം, പ്രിന്റിങ്ങിന് കൊടുക്കണമെന്ന് പുസ്തകശാലക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഞാനത് വിദ്യാർത്ഥിയാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥിയാവണം. കഴിഞ്ഞ വർഷം വായിക്കുമ്പോൾ, രാമായണം വായിക്കുമ്പോൾ നമുക്കുണ്ടാവാത്ത ചില ചിന്തകൾ ഇക്കൊല്ലം ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഇക്കൊല്ലം എന്തിനാ വായിക്കുന്നത്? നിങ്ങൾ വായിക്കുന്നത് രാമന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ? ആലോചിക്കണം. എന്തിനാ രാമായണം വായിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രാമായണം പാരായണം ചെയ്യണം. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോ അവിടുന്ന് ഒരാൾ രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും. മൈക്ക് ഉണ്ടാവും, അമ്പലത്തിനെ കൊള്ള തിരിച്ചു വെച്ചിട്ടുണ്ട്, ദൈവത്തിനെ കേൾപ്പിച്ചിട്ട് ദൈവത്തെ നന്നാക്കാൻ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പോലും കേൾക്കാനിരിക്കൂല. ആരെ കേൾപ്പിക്കാനാ വായിക്കുന്നത്? വായിക്കുന്നത് ആരാണ്? ഉള്ളിലൊരു പ്രാണനുണ്ട്, സത്തുണ്ട്. ആ സത്ത് പുറത്തേക്ക് വരുമ്പോ നാവിൻ തുമ്പത്തിരിക്കുന്ന വികട സരസ്വതിയെ പുറത്തേക്ക് കളയണം. വികട സരസ്വതിയെ പുറത്തേക്ക് കളയാൻ ര എന്ന ശബ്ദമാണ്. ര എന്ന് പറഞ്ഞാൽ ഇരുട്ടാണല്ലോ. ഇരുട്ടെന്ന ശബ്ദം, അതിനെ പുറത്തേക്ക് കളയാൻ ഹ എന്ന ശബ്ദം ഇങ്ങ് പുറത്തേക്ക് വരണം. മഹാപ്രാണമാണോ ഹ? അക്ഷരത്തിൽ, സംസ്കൃതാക്ഷരമാലയിൽ ഹ എന്ന അക്ഷരം മഹാപ്രാണമാണ്. ആ മഹാപ്രാണം പുറത്തേക്ക് വരുമ്പോ നാവിൻ തുമ്പത്തിരിക്കുന്ന ജ്യേഷ്ഠയെ പുറത്തേക്ക് തള്ളി മാറ്റണം. ഹി ഹ വന്നിട്ട് അതാണ് ഹരേ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹരേ രാമ എന്ന് പറയുന്നതിന്റെ ഹരേ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള സത്വശക്തി കൊണ്ട്, ആത്മശക്തി കൊണ്ട് ബാഹ്യമായിരിക്കുന്ന അന്ധകാരത്തെ പുറത്തേക്ക് തള്ളണം. ആത്മീയ ശക്തി കൊണ്ട് അന്ധകാരത്തെ പുറത്തേക്ക് കളയണം. അതാ ഹരേ. ഇനി ശ്രീരാമ രാമ രാമ എല്ലാ ദിവസവും പാരായണം ചെയ്യുമ്പോ തുടങ്ങുമ്പോ ശ്രീരാമ രാമ രാമ. എന്തിനാ അത് പാടുന്നത്? ശ്രീരാമന് സന്തോഷം ഉണ്ടാക്കിയിട്ട് എനിക്കെന്തെങ്കിലും വരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ശ്രീരാമനെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് വരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല ശ്രീരാമ രാമ എന്ന് പറയുന്നത്. അവിടെയാണ് എന്താണ് കർക്കിടകവും രാമായണവും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർക്കിടക മാസത്തിലെ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത്? 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, കർക്കിടകം രാശിയിലെ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചതെന്നാ പറയുന്നത്. കർക്കിടക മാസത്തിലാന്നല്ലേ, മാസം വേറെ, രാശി വേറെയാണ് കേട്ടോ. കർക്കിടകം രാശിയിൽ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. ഒന്നത്. രണ്ടാമത്, ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് മലയാളികൾ മാത്രമേ ഉള്ളൂ ആചരിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ രാമായണം ഉണ്ടായ നാട്ടിലൊന്നും കർക്കിടക മാസമൊന്നുമില്ല രാമായണത്തിന്. ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത്? കർക്കിടക മാസം
കാക്ക കണ്ണു തുറക്കാതെ മഴ പെയ്യുന്ന മാസമാണ്. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ്. ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടുന്ന മാസമാണ്. നിങ്ങളൊരു കുപ്പിയിലെ വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, തണുത്ത വെള്ളം, എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള വെള്ളം ഉണങ്ങിയ തുണി കൊണ്ട് തോർത്തിയെടുക്കുക. എന്നിട്ട് അത് വെറുതെ പുറത്താടെ വെക്കൂ. കുറച്ച് കഴിയുമ്പോൾ കുപ്പിയുടെ പുറത്തെല്ലാം വെള്ളം പറ്റി നിൽക്കുന്നത് കാണാം. അകത്തുള്ള വെള്ളം പുറത്തു വന്നതല്ലല്ലോ. അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട്. ആ ഈർപ്പത്തെ വലിച്ചെടുക്കുന്നതാണ്. കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ള മാസം. ആ മാസത്തിൽ ഈർപ്പം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ജൈവിക കണങ്ങൾ വർദ്ധിക്കും, ജൈവാംശങ്ങൾ, ബാക്ടീരിയകൾ വർദ്ധിക്കും, ഫംഗസുകൾ വർദ്ധിക്കും, വൈറസുകൾ വർദ്ധിക്കും. അതുകൊണ്ട് ആ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും പനി, ജലദോഷം, അസുഖം വർദ്ധിക്കുന്നത് ഈർപ്പം കൂടുന്നത് കൊണ്ടാണ്, ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ മൊത്തത്തിൽ അസുഖം വരും. ഈ അസുഖം വരുമ്പോഴാണ് ജ്യേഷ്ഠാ ഭഗവതി കളിയാടുക. ജ്യേഷ്ഠാ ഭഗവതി അറിയാവോ? ഭഗവതി രണ്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ മലബാറിലെ തെയ്യക്കോലങ്ങൾ പൂതി രണ്ടുണ്ട്. ജ്യേഷ്ഠയും വലിയ പൂതി, അനുജത്തിയും ശ്രീയുമുണ്ട്. ജ്യേഷ്ഠയും ശീവോതിയുമുണ്ട്. ശീവോതി എന്ന് കേട്ടിട്ടുണ്ടോ? ഓണത്തിന് ശീവോതി പൂടുമ്പോ ശീവോതി ഇടും. ശീവോതി എന്ന് പറയുന്നത് ശ്രീ ഭഗവതിയാ, ഐശ്വര്യദേവതയാണ് ശ്രീ ഭഗവതി. ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ അസുഖമാണ്, മാരിയാണ്, പൊട്ടിയാണ്, വസൂരിയാണ്. ജ്യേഷ്ഠ അസുഖമുണ്ടാക്കുന്നവൾ, അസുഖമുണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവൾ ജ്യേഷ്ഠ. ജ്യേഷ്ഠത്തി, അങ്ങനെയാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി എന്ന് പേര് വന്നത് മുതിർന്ന ആളായതുകൊണ്ടാണ്. പണ്ടത്തെ ആളുകളിൽ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ കുളി കഴിഞ്ഞാൽ ഈ രണ്ട് ഭഗവതിയും കൂടി നമ്മുടെ ശരീരത്തിൽ അങ്ങ് കയറിയിരിക്കും. അപ്പൊ ഒരു വഴിക്ക് രണ്ടാള് പോകുമ്പോൾ ആരാ മുന്നിൽ നടക്കുക? ജ്യേഷ്ഠത്തി മുന്നിൽ നടക്കും, അനുജത്തി പിന്നിൽ നടക്കും. അതുകൊണ്ട് ആ പണ്ടത്തെ ആളുകൾ കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തിയിട്ടേ മുഖം തോർത്തു. കാരണം എന്താ? ആദ്യം തോർത്തുന്നിടത്ത് മുന്നിൽ നടക്കുന്ന ആള് വന്ന് കയറിയിരിക്കും. ജ്യേഷ്ഠനെ പുറത്താക്കി പിന്നെ മുഖം തോർത്തിയാൽ മുഖത്ത് ഐശ്വര്യം വരും. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ ജ്യേഷ്ഠ കളിയാടുന്ന കർക്കടക മാസത്തിൽ ജ്യേഷ്ഠയെ പറഞ്ഞയക്കണമെങ്കിൽ അനുജത്തി വരണം. അനുജത്തി ആരാ? സ്ത്രീയാണ്. സ്ത്രീ ആരാ? മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി വരണമെങ്കിൽ ആരെ വിളിക്കണം? മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം. ആരാണ് മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവൻ? സ്ത്രീയെ രമിപ്പിക്കുന്നവൻ. സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി. ആരാ? മഹാവിഷ്ണു. മഹാവിഷ്ണു. മഹാവിഷ്ണുവിനെ വിളിക്കണം. നിങ്ങളൊരു വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോയി, വിവാഹം ക്ഷണിക്കാൻ പോയി. ആ വീട്ടിലെ സ്ത്രീയെ മാത്രം ക്ഷണിച്ചാൽ ആണുങ്ങളും വരൂല, പെണ്ണുങ്ങളും വരൂല, അല്ലേ? എന്നാ പുരുഷന്മാരെ മാത്രം വിളിച്ചാൽ പുരുഷന്മാര് പോവും. പക്ഷെ സ്ത്രീകളെ മാത്രം വിളിച്ചാൽ പുരുഷന്മാര് പോവോ? സ്ത്രീകളെയും പോകാൻ അനുവദിക്കുകയില്ല, അല്ലേ? അതുകൊണ്ട് ആദ്യം പുരുഷനെ വിളിക്കണം. അതുകൊണ്ട് പുരുഷനെ വിളിച്ചിട്ട് സ്ത്രീയെയും കൂടി വിളിക്കണം. എന്നാലേ കൊട്ടാരക്കര ബസ് വന്നാലേ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോവും. ശ്രീബോധി വന്നാലേ ജ്യേഷ്ഠ പോവും. അപ്പൊ ശ്രീബോധിയെ വിളിക്കണം. ആരെ? സ്ത്രീയെ വിളിക്കണം. വരണമെങ്കിൽ ആര് വിടണം? രമയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം. ആരാണ് രമയെ രമിപ്പിക്കുന്നവൻ? അതാണ് രാമൻ. മനസ്സിലായോ? രാമൻ എന്ന വാക്കിന്റെ അർത്ഥം രമയെ രമിപ്പിക്കുന്നവൻ എന്നാണ്. രമിപ്പിക്കുന്ന, സ്ത്രീയെ രമിപ്പിക്കുന്നവൻ, ഐശ്വര്യത്തെ രമിപ്പിക്കുന്നവനെ വാ, ജ്യേഷ്ഠയെ പറഞ്ഞേക്കൂ. അതാണ് ശ്രീരാമ. അർത്ഥം മനസ്സിലായോ? എല്ലാ ദിവസവും ശ്രീരാമ എന്ന് ജപിക്കുന്നത് ഐശ്വര്യദേവത വരട്ടെ, ജ്യേഷ്ഠ പോകട്ടെ. ഒന്ന്, അത് ബാഹ്യമായ ജ്യേഷ്ഠ. ആന്തരികമായില്ലേ ജ്യേഷ്ഠ? പണിയും കൂലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ദുഷ്ടത കൂടുമല്ലോ, മനസ്സിൽ അസ്വസ്ഥത കൂടുമല്ലോ. അപ്പൊ ഉള്ളിലുള്ള ഇരുട്ടിനെ പുറത്തേക്ക് കളയണ്ടേ? ഇരുട്ടിനെ പുറത്തേക്ക് കളയാനാണ് ശ്രീരാമ. അടുത്ത രാമ, ശ്രീരാമ രാമ. അടുത്ത രാമൻ എന്താ? അടുത്ത രാമൻ രാശബ്ദോച്ചാരണ മാത്രേണ മുഖാ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേ.